ഇന്നപ്പം നമുക്ക് നല്ലൊരു കുടംപുളിയിട്ട ഇലക്കറി കണ്ടാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ചട്ടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ പറിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല നാടൻ കറിവേപ്പില ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ആദ്യമായിട്ട് പറിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കമ്പ് ഞാൻ ഒടിക്കുന്നുണ്ട്. എപ്പോഴും കറിക്കെടുക്കാൻ പോകണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഒരു കൊമ്പ് ഒടിച്ച് വെക്കുന്നത്. പിന്നെ നമുക്ക് പച്ചമുളകാണ്, നല്ല നാടൻ നല്ല എരിവുള്ള നല്ല പച്ചമുളകാണ്. നമ്മുടെ അച്ഛനും നട്ടു വെച്ചിരുന്നിട്ട് ഇതൊക്കെ ചെറിയ ചെറിയ കൃഷികളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, അതും നമ്മുടെ തന്നെയാണ്. അതും ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി നമ്മുടെ തന്നെയാണ്. അത് നമ്മൾ കഴുകി വൃത്തിയാക്കി പൊടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാവരും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിന് മുന്നേ ഞാനൊരു പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക്. പിന്നെ നമുക്ക് നല്ല നാടൻ പച്ച വെളിച്ചെണ്ണയാണ്, അത് അതിലേക്ക് ഒഴിച്ച് ഒന്ന് സെറ്റാക്കണം. അതായത് ഒന്ന് മിക്സ് ചെയ്യണം. അതായത് ഞാൻ ചട്ടിയിലിട്ട് നല്ല മിക്സ് ചെയ്യേണ്ട, കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്നാലേ മസാല സെറ്റാവുള്ളൂ. അപ്പോൾ ഒന്ന് മീനിലേക്കൊന്ന് പുരട്ടി കൊടുക്കാനായിട്ട് മീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇന്നൊരു 3-4 പീസ് എടുത്തിട്ട് ഞാൻ വറക്കാനും വെക്കുന്നുണ്ട്. നമ്മളവിടെ വെക്കുകയും ചെയ്യും വറക്കുകയും ചെയ്യും. മക്കൾക്ക് വറക്കണതാണ് ഇഷ്ടം. അപ്പോൾ നല്ല നടുക്കഷ്ണം നോക്കി ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട്. കൂടുതലും വാലും തലയൊക്കെയാണ് നമ്മൾ കറി വയ്ക്കും. ഒരു 2-3 പീസ് മാത്രം എടുത്തിട്ട് നല്ല പീസ് തന്നെ കറി വയ്ക്കണേൽ ഇടും, ബാക്കിയതൊക്കെ വറക്കുകയാണ് ചെയ്യും. അപ്പോൾ അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാനുള്ളത് എടുത്തിട്ട് നല്ല കുടംപുളി ഇട്ടിട്ട് വെക്കാം. അപ്പോൾ ഞാൻ കുടംപുളി എടുക്കട്ടെ കേട്ടോ. കുടംപുളി എടുത്തിട്ടുണ്ട് ഞാൻ. നിറച്ചുണ്ടായിരുന്നു, പാത്രം നിറച്ച് കുടംപുളി ഉണ്ടായിരുന്നു. ഡെയിലി മീൻ കറി വെച്ച് ചിത്രമായി. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 2 പീസ് എടുത്തത് കഴുകി ചട്ടിലോട്ട് മാറ്റേണ്ട കേട്ടോ. പിന്നെ ഒരു നാളികേരം എടുത്തിട്ടുണ്ട്. നാളികേരം കുറച്ച് ചിരണ്ടിയിട്ട് ഞാൻ അരച്ചെടുത്തത് വെച്ചിട്ടുണ്ട് ജാറിൽ തന്നെ. ഇനി ഞാൻ ജാറിൽ നിന്ന് നമുക്ക് ആ ചട്ടിയിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ച് കൊടുത്ത് തിളച്ച് തുടങ്ങിയിട്ട മീൻ സെറ്റായി വരണ്ട്. ഇനി അത് സെറ്റായോ നമുക്ക് നോക്കാം. എന്തെയാളെന്ന് ഇളക്കി നോക്കുന്നുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് ഒരു 4 ഉള്ളി എടുത്തിട്ടത് തൊണ്ട് കളഞ്ഞ് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചട്ടി എടുത്തിട്ട്, നമുക്ക് ചീനച്ചട്ടി എടുത്തിട്ട് അതിലോട്ട് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയിലിട്ടിട്ട് കാച്ചെടുക്കാനായിട്ട് പോവാണ് ഞാൻ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീൻ കൂട്ടാൻ കാച്ചി ഒഴിച്ച് കഴിഞ്ഞാൽ. അവിടെ കാച്ചി ഒഴിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതൊരു നല്ല സ്മെല്ലൊക്കെ വരണം കേട്ടോ. ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഈ രീതിയിലാണ് വെക്കാറ്. നല്ല എളുപ്പപ്പണിയാണ്. നിങ്ങളും എങ്ങനെ വെക്കാറെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഇതേപോലെ ചെയ്ത് വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചോറിൽ കൂട്ടി കഴിക്കാൻ.